ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ച പവർഫുൾ ആയിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം ഉണ്ടായി. ഈ ശബ്ദ സന്ദേശം തുടർച്ചയായ കുറച്ച് നാളുകൾ അവർ കേൾക്കുക മാത്രമാണ് അവർ ചെയ്തിരുന്നത്. നമുക്കും തുടർച്ചയായ കുറച്ച് നാളുകൾ നമ്മളും സ്ഥിരമായി കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും നല്ല അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്കും സംഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ബൈ ഏൾ നൈറ്റിംഗേൽ. ഈ ശബ്ദ സന്ദേശം നിത്യവും ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത്ഭുതകരമായ ആ മാറ്റം നിങ്ങൾക്കും അനുഭവപ്പെടാം. അത് ഇങ്ങനെയായിരുന്നു: ഞാൻ നിങ്ങളോട് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു രഹസ്യം പറയാം. അന്തരിച്ച നോബൽ സമ്മാന ജേതാവും ഡോക്ടർ ആൽബർട്ടിനോട് ലണ്ടനിൽ വെച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ചു, ഡോക്ടർ, ജനങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അല്പം നിശബ്ദനായിക്കൊണ്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, കൃത്യമായി പറഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് ഏറ്റവും അവസരമുള്ള, ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരാശി കാത്തുനിന്നിരുന്ന, സ്വപ്നം കണ്ടിരുന്നതുമായ, എല്ലാവർക്കും ധാരാളം അവസരങ്ങളുള്ള കാലഘട്ടം. നമുക്ക് 25 വയസ്സിൽ ജീവിതം തുടങ്ങിയ ഒരു 100 പേരെ ഉദാഹരണമായി എടുക്കാം. 65 വയസ്സാകുമ്പോൾ അവർ എവിടെ എത്തും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ 100 പേരിൽ ഓരോരുത്തരും തങ്ങൾ വിജയിക്കുമെന്ന് വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ജീവിതം തുടങ്ങിയവരാണ്. നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഈ 100 പേരോടായി ചോദിക്കുകയാണെങ്കിൽ വളരെ ആകാംക്ഷയോടെ ഉണ്ട് എന്ന് അവർ ഉത്തരം പറയും. മാത്രമല്ല, അവരുടെ കണ്ണുകളിൽ പ്രത്യേക തിളക്കവും നിങ്ങൾക്ക് കാണാം. അവർക്ക് ജീവിതം എന്നത് വളരെ രസകരമായ ഒരു സാഹസികതയാണ്. എന്നാൽ 65 വയസ്സാകുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? 100 പേരിൽ ഒരാൾ മാത്രം സമ്പന്നനാവും. 4 പേര് സാമ്പത്തികമായി ശാശ്വതത്വം നേടും. മറ്റുള്ളവരിൽ 5 പേർ ഇപ്പോഴും ജോലി എടുത്താവും ജീവിക്കുന്നത്. ബാക്കി 54 പേരുടെ ജീവിതം തകർച്ചയിലായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇനി അല്പനേരം കണ്ണടച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട് 100 പേരിൽ 5 പേര് മാത്രമാണ് രക്ഷപ്പെട്ടത്? എന്തുകൊണ്ടാണ് ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷവും ജീവിതത്തിൽ പരാജയപ്പെട്ടത്? 25-ാമത്തെ വയസ്സിൽ അവരുടെ കണ്ണുകളിൽ തിളക്കം എവിടെ പോയി? അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഭാവി പദ്ധതികളും എന്ത് സംഭവിച്ചു? അവർ ആഗ്രഹിച്ചതും സംഭവിച്ചതും തമ്മിലുള്ള അന്തരം ഇത്രമേൽ മാറിയത് എന്തുകൊണ്ടാണ്? ഇവിടെ 5% മാത്രമാണ് ജീവിതത്തിൽ വിജയിച്ചത്. അപ്പോൾ വിജയം എന്താണെന്ന് നിർവഹിക്കേണ്ടതുണ്ട്. എനിക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചതിൽ ഏറ്റവും മികച്ച നിർവചനം എന്നത് സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് വർത്തി ഐഡിയ. അതായത് വിജയം എന്നത് ഉചിതമായ ഒരു മാതൃകയുടെ പുരോഗമനമായ സാക്ഷാത്കാരമാണ്. ഇനി അത് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, വിജയം എന്നത് യോഗ്യമായ ലക്ഷ്യത്തിന്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ റോളോമെ തന്റെ പുസ്തകമായ മെൻ സെർച്ച് ഫോർ ഹിംസെൽഫ് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നമ്മുടെ സമൂഹത്തിലെ ധൈര്യത്തിന്റെ വിപരീതം എന്നത് ഭീരുത്വമല്ല, അത് അനുരൂപതയാണ്. അതായത് പൊരുത്തപ്പെടുന്നത്. ഇന്നത്തെ പ്രശ്നവും അത് തന്നെയാണ്. അതായത് ആളുകൾ മറ്റുള്ളവരുമായി പൊരുത്തപ്പെട്ട് അവരെ പോലെ, എന്തുകൊണ്ടെന്നോ എവിടേക്കെന്നോ അറിയാതെ മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. അമേരിക്കയുടെ ഒരു കാര്യം എടുത്താല് 65 വയസ്സിൽ മുകളിലുള്ള 40 മില്യൺ ആളുകളാണുള്ളത്. അതിലെ ബഹുഭൂരിപക്ഷവും പേരും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. 7-ാം വയസ്സിൽ നാം വായിക്കാൻ പഠിക്കുന്നു. 25-ാമത്തെ വയസ്സിൽ സ്വന്തമായി ജീവിക്കാൻ പഠിക്കുന്നു. അതോടൊപ്പം ഒരു കുടുംബത്തെ കൂടി പോറ്റാൻ നാം ശ്രമിക്കും. പക്ഷേ 65 വയസ്സായിട്ടും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നമ്മൾ ആരും പഠിച്ചില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നാം മറ്റുള്ളവരെ പോലെ ജീവിക്കുന്നത് കൊണ്ട് എന്നതാണ് ഉത്തരം. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നാം ജീവിതത്തിൽ സമൂഹത്തിൽ വിജയം നേടാനാവാത്ത 95% ആളുകളുമായി താരതമ്യം ചെയ്ത് നാം ഇങ്ങനെ ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ താരതമ്യം ചെയ്ത് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അവർക്ക് തന്നെ അറിയില്ല. അവർ ഭാഗ്യശക്തികളിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് സാഹചര്യവും ഭാഗ്യവും കൊണ്ടാണ് കുറഞ്ഞ ആളുകൾ വിജയിക്കുന്നത്. അതായത് അവരുടെ ജീവിതം തീരുമാനിക്കുന്നത് സാഹചര്യവും പുറത്തു നിന്നുള്ള ശക്തികളുമാണെന്നാണ് അവർ സ്വയം ഇങ്ങനെ കരുതുന്നത്. ഒരിക്കൽ ജോലിയുള്ള കുറച്ച് ആളുകളുടെ സർവേ നടത്തി. അതിൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് എന്ന ചോദ്യത്തിന് അവരോട് ചോദിച്ചപ്പോൾ അതിലെ 20 പേരിൽ 19 പേരും ഉത്തരം പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല എന്നാണ്. അവരോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ അവർ പറയും, എല്ലാവരും ജോലിക്ക് പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു. എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നു, അതുകൊണ്ട് ഞാനും എഴുന്നേൽക്കുന്നു എന്ന്. ഇനി നമുക്ക് വിജയത്തിന്റെ രഹസ്യത്തിലേക്ക് കടക്കാം. ആരാണ് ലോകത്ത് വിജയിക്കുന്നത്? ഉചിതമായ ഒരു ലക്ഷ്യം തിരിച്ചറിയുന്ന വ്യക്തി മാത്രമായിരിക്കും വിജയിക്കുള്ളൂ. അതായത് ഞാൻ ഇന്നതായിത്തീരുമെന്ന് പറഞ്ഞതിന് ശേഷം ആ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുന്ന വ്യക്തി. ആരാണ് വിജയിയായ വ്യക്തി എന്ന് ഞാൻ പറഞ്ഞു. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ
അധ്യാപകൻ വിജയിയാണ്, കാരണം അവൻ അല്ലെങ്കിൽ അവൾ ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നു. ഭാര്യയും അമ്മയുമായ സ്ത്രീ വിജയിയാണ്, കാരണം അതാണ് അവൾ ആഗ്രഹിച്ചത്, അവൾ അത് നന്നായി ചെയ്യുന്നു. ഇനി സ്വന്തമായി സംരംഭം തുടങ്ങിയ വ്യക്തി വിജയിയാണ്, അത് അയാളുടെ സ്വപ്നമായിരുന്നു. തന്റെ കമ്പനിയിലെ ഏറ്റവും നല്ല സെയിൽസ്മാൻ ആകാൻ ആഗ്രഹിച്ച ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്ത സെയിൽസ്മാനും വിജയിയാണ്. ഇനി മുൻകൂട്ടി ചെയ്യാൻ ആഗ്രഹിച്ച ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനും വിജയിയാണ്, കാരണം അതാണ് അയാൾ ആഗ്രഹിച്ചത്. പക്ഷേ 20 പേരിൽ ഒരാൾ മാത്രമാണ് അത് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മത്സരങ്ങൾ എന്നൊന്നേ ഇല്ല. മത്സരത്തിന് പകരം സൃഷ്ടിക്കുകയാണ് നാം ചെയ്യേണ്ടത്. 20 വർഷങ്ങളായി ഞാൻ ഒരു താക്കോൽ അന്വേഷിക്കുകയാണ്. ഈ താക്കോൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയില്ല എങ്കിലും വിജയിക്കുന്ന ഒരു താക്കോൽ. ഒരു മനുഷ്യന്റെ ജീവിതം എന്തായിത്തീരുമെന്ന് പ്രവചിക്കാനാവുന്ന വിജയത്തിന്റെ വാതിൽ തുറക്കാനാവുന്ന ഒരു താക്കോൽ. അതെ, അങ്ങനെയുള്ള ഒരു താക്കോൽ ഉണ്ട്. അത് ഞാൻ കണ്ടെത്തി. എന്തുകൊണ്ടാണ് കുറച്ച് ആളുകൾ ജീവിതത്തിൽ കുറെ കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ ഒന്നും നേടാൻ ആവാത്തത്? എന്നാൽ ചില ആളുകൾ കാര്യമായ അധ്വാനമൊന്നും ഇല്ലെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ നേടിയെടുക്കും. അവർ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റുന്നു എന്ന് ജനങ്ങൾ പറയും. നിങ്ങളൊന്ന് നോക്കൂ, ഇങ്ങനെ വിജയിക്കുന്ന വ്യക്തി എപ്പോഴും വിജയിക്കുകയും പരാജയപ്പെടുന്ന വ്യക്തി തുടർച്ചയായി പരാജയപ്പെടുന്നതും എന്തുകൊണ്ടാണ്? ഇതിനുള്ള കാരണം ലക്ഷ്യമാണ്, അഥവാ ഗോൾ. ചില ആളുകൾക്ക് അതുണ്ട്, ചില ആളുകൾക്ക് ലക്ഷ്യങ്ങളൊന്നുമില്ല. ലക്ഷ്യങ്ങളുള്ളവർ എവിടേക്കാണ് പോകേണ്ടതെന്ന് നിർവചിച്ചതിനാൽ അവർ അതിനായി പ്രവർത്തിക്കുന്നു. ഇതിനായി നമുക്കൊരു ഉദാഹരണം നോക്കാം. തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു കപ്പൽ. ആ കപ്പലിൽ കൃത്യമായിട്ട് യാത്ര ചെയ്യേണ്ട മാപ്പും കപ്പിത്താനും ക്രൂവിനും കൃത്യമായി ഇത്ര സമയത്ത് എത്തുമെന്നുള്ള കൃത്യനിശ്ചയത്തോടു കൂടി കപ്പൽ പുറപ്പെട്ടു. അത് 100-ൽ 99.9% കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായ സമയത്തെത്തും. ഇനി നമുക്ക് മറ്റൊരു കപ്പലെടുക്കാം. അതിന് പോകാൻ യാത്രാ മേപ്പോ നയിക്കാൻ കപ്പിത്താനോ ക്രൂ അംഗങ്ങളോ ഒന്നുമില്ല. അതിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു തുറമുഖത്ത് നിന്ന് വിട്ടു. എന്നാൽ ആ തുറമുഖത്ത് നിന്ന് പുറത്തേക്ക് പോയി കടലിൽ മുങ്ങിപ്പോവുകയോ കാറ്റിന്റെ ദിശയിൽ എങ്ങോട്ടെങ്കിലും പോയി വിജനമായ സ്ഥലത്ത് അകപ്പെടുകയോ ചെയ്തേക്കാം. കാരണം അതിന് ലക്ഷ്യമോ ലക്ഷ്യസ്ഥാനമോ ഇല്ല. അതിന് നയിക്കാൻ കപ്പിത്താനോ ഇല്ലായിരുന്നു. ഇനി നമുക്ക് ഒരു സെയിൽസ്മാന്റെ കാര്യമെടുക്കാം. ഒരു നല്ല സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച അവസരമുള്ള വ്യക്തിയാണ്. കൃത്യമായി ഒരു ലക്ഷ്യവും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സെയിൽസ്മാൻ എന്നത് ഏറ്റവും മികച്ച സാലറി ലഭിക്കുന്ന ഒരു പ്രൊഫഷനാണ്. എന്നാൽ എല്ലാ കമ്പനികൾക്കും അത്ര നല്ല സെയിൽസ്മാൻ ആവശ്യമുണ്ട്. മികച്ച വേതനവും ആനുകൂല്യങ്ങളും ആ കമ്പനികൾ അവർക്ക് നൽകും. പക്ഷേ എത്ര ആളുകളെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനാവും? എന്നിരുന്നാൽ മനുഷ്യവർഗം സ്ഥിരതയുള്ളതാണ്. ലോകത്ത് ശക്തരെ വിജയിപ്പിക്കുന്നതിൽ നിന്നും ഒരു ശക്തിക്കും തടയുവാനാവുകയില്ല. ദുർബലരെ പരാജയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ന് ജീവിക്കാനും ഒരു കുടുംബം പോറ്റാനും പ്രത്യേക കഴിവിന്റെയും ബുദ്ധിയുടെയും ആവശ്യമില്ല. പക്ഷെ എത്ര മുകളിൽ സഞ്ചരിക്കണമെന്ന് ലക്ഷ്യമിടുക എന്ന് മാത്രമാണ് പ്രാധാന്യം. ഇനി നമുക്ക് ലോകത്ത് ഏറ്റവും വിചിത്രമായ ആ രഹസ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്. എന്തുകൊണ്ടാണ് ലക്ഷ്യമുള്ള ആളുകൾ എപ്പോഴും വിജയിക്കുന്നത്, അല്ലാത്തവർ എപ്പോഴും പരാജയപ്പെടുന്നത്? നിങ്ങൾക്കിത് യഥാർത്ഥത്തിൽ മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയാൽ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആവില്ല. ഭാഗ്യം നിങ്ങളെ ആകർഷിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് വിഷമം, പ്രശ്നം, ഉത്കണ്ഠ, സംശയമോ ഭയമോ ഇനി ഇതൊന്നും ജീവിതത്തോട് തോന്നില്ല. ഇതെല്ലാം ഇനി പഴയ കാര്യങ്ങൾ മാത്രമായി. കാരണം വിജയത്തിന്റെയും പരാജയത്തിന്റെയും താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അതായിത്തീരും. ഒന്നുകൂടി പറഞ്ഞാൽ, നാം എന്താണ് ചിന്തിക്കുന്നത് നാം അതായി മാറും. ചരിത്രത്തിലുടനീളം മഹാജ്ഞാനികളും അധ്യാപകരും തത്വചിന്തകരും പ്രവാചകരും മറ്റും പല കാര്യങ്ങളിൽ വിയോജിപ്പ് ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവരെല്ലാം പൂർണ്ണമായും ഏകകണ്ഠമായി യോജിച്ചിരിക്കും. അതായത് വിജയത്തിലേക്കുള്ള പരാജയത്തിലേക്കുള്ള താക്കോൽ ഇതാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നാം അതായിത്തീരും. ഇതാണ് വിചിത്രമായ രഹസ്യം. എന്തുകൊണ്ടാണ് ഞാനിതിനെ രഹസ്യം എന്ന് വിളിക്കുന്നത്, വിചിത്രം എന്ന് വിളിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതൊരു രഹസ്യമേ അല്ല. ആദ്യകാല ജ്ഞാനികളിൽ ചിലരാണ് ഇത് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. ഇക്കാര്യം പല പുണ്യ പുസ്തകങ്ങളും പറഞ്ഞിട്ടുമുള്ളത്. എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതേക്കുറിച്ച് പറയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് വിചിത്രമായി മാറിയത്. ചില വിചിത്രമായ കാരണങ്ങൾ ഇത് ഇപ്പോഴും രഹസ്യമായി തുടരുന്നു. മഹാനായ റോമൻ ചക്രവർത്തി മാർക്കോസ് ഔറേലിയസ് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതം സൃഷ്ടിക്കുന്നത് അവന്റെ ചിന്തകളാണ്. ഡിസ്രായേലി ഇങ്ങനെ പറഞ്ഞു, കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം സംഭവിക്കൂ. നീണ്ട ധ്യാനത്തിന് ശേഷം എനിക്ക് ഒരു തത്വം ബോധ്യപ്പെട്ടു. നിശ്ചിത ലക്ഷ്യമുള്ള വ്യക്തി അത് നേടുക തന്നെ ചെയ്യും. അത് നേടുന്നതിൽ നിന്ന് ഒരിക്കലും ആർക്കും തടയാനാവില്ല. റാൽഫ് വാൾഡോ എമേഴ്സൺ
ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ അയാൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ്. വില്യംസ് ജെയിംസ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യനെ അവന്റെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്നതാണ് എൻ്റെ തലമുറയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. മറ്റൊരു കാര്യം കൂടി അയാൾ പറഞ്ഞു, നിങ്ങൾ ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ അവിടെ. നിങ്ങൾ സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ സമ്പന്നൻ. നിങ്ങൾ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കും. എൻ്റെ പഴയ സുഹൃത്ത് ഡോക്ടർ നോർമൽ വിൻസെന്റ് ഇപ്രകാരം പറഞ്ഞു, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിയമങ്ങളിൽ ഒന്നാണ് ഞാനിത് ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറെ കഴിഞ്ഞാണ് ഞാനിത് മനസ്സിലാക്കിയത്. ഏറ്റവും വലിയ കണ്ടുപിടുത്തമായി ഞാൻ കരുതുന്നു. ഇനി ഈ നിയമത്തെ ചുരുക്കി നമുക്ക് ഇങ്ങനെ പറയാം, നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഫലങ്ങൾ ലഭിക്കും. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ പോസിറ്റീവായ നല്ല ഫലങ്ങൾ ലഭിക്കും. ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞു, ആളുകൾ അവരുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും. ഞാൻ സാഹചര്യങ്ങളെ വിശ്വസിക്കുന്നേയില്ല. ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളവർ അവർ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ്. ഇനി അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ ആ സാഹചര്യത്തെ സൃഷ്ടിക്കുന്നു. ഇത് എത്ര ശരിയാണ്. നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അത് ആയിത്തീരുന്നു. ഉറപ്പുള്ള മൂല്യവത്തായ ഒരു കാര്യം ചിന്തിക്കുന്ന വ്യക്തി പതിയെ പതിയെ അതിലേക്ക് എത്തിച്ചേരും. കാരണം ആ വ്യക്തി തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത്. അതെ, നാം ചിന്തിക്കുന്നത് എന്തോ നാം അതായിത്തീരുന്നു. നേരെ മറിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ താൻ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയാത്തവരുടെ മനസ്സിൽ ആശയക്കുഴപ്പത്തിന്റെയും ഉത്കണ്ഠയുടെയും ഭയത്തിന്റെയും ചിന്തകളായിരിക്കും നിറയുക. അതുവഴി അവർ സൃഷ്ടിക്കുന്നത് നിരാശയും ഉത്കണ്ഠയും ഭയവും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. ഒരാൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല എങ്കിൽ അയാൾ ഒന്നും ആയിത്തീരുന്നില്ല. എങ്ങനെയാണ് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന രഹസ്യം സംഭവിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നാം ആയിത്തീരുന്നത്? ഞാനൊരു ഉദാഹരണമായി പറയാം. മനുഷ്യ മനസ്സ് ഭൂമിയോട് താരതമ്യം ചെയ്യാം. ഒരു കർഷകന് തന്റെ ഭൂമിയിൽ എന്ത് നടണമെന്നുള്ളതിന്റെ തീരുമാനം ആ കർഷകനാണ്. എന്താണോ നടുന്നത് അതാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത്. കർഷകൻ ഭൂമി പാകപ്പെടുത്തി അതിൽ കുഴിയെടുത്തു. കർഷകന്റെ കയ്യിൽ 2 വിത്തുണ്ട് എന്ന് കരുതുക. ഒന്ന് ചോളം, മറ്റൊന്ന് വിഷവിത്ത്. കുഴിയിൽ ഒന്നിൽ ചോളവും രണ്ടാമത്തേത് വിഷവിത്തും ഇട്ടു. മണ്ണിട്ട് മൂടി നനച്ചു കൊടുത്തു. അതിനെ പരിപാലിച്ചു. എന്താണ് സംഭവിക്കുക? എന്താണോ നട്ടത് അത് ഭൂമി കർഷകന് തിരികെ കൊടുക്കും. വിതക്കുന്നത് എന്താണോ അതാണ് നാം കൊയ്യുന്നത്. മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ ഫലപുഷ്ടവും അവിശ്വസനീയവും നിഗൂഢവുമാണ്. വിജയമാണ് നടുന്നതെങ്കിൽ അതായിരിക്കും ലഭിക്കുക. പരാജയമാണെങ്കിൽ പരാജയം തിരികെ ലഭിക്കും. ഒരു മൂല്യവത്തായ ഫലവത്തായ തീക്ഷ്ണമായ ലക്ഷ്യമാണോ കാര്യമാണോ നാം നടുന്നത്, അതോ ആശയക്കുഴപ്പം, തെറ്റിദ്ധാരണ, ഭയം, ഉത്കണ്ഠ എന്നിവയാണ്? എന്തായാലും നാം എന്താണോ നട്ടത് ഒരു സംശയമില്ല അതുതന്നെ തിരിച്ചു കിട്ടും. ജനന സമയത്ത് നമ്മുടെ മനസ്സ് സൗജന്യമായാണ് ലഭിക്കുന്നത്. സൗജന്യമായി ലഭിക്കുന്നതിനൊന്നും നാം വലിയ വില കൽപ്പിക്കാറില്ല. എന്നാൽ നാം പണം കൊടുത്ത് വാങ്ങുന്നവയ്ക്ക് നാം ഒരുപാട് വില കൽപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ലോകത്തിൽ ഏറ്റവും മൂല്യവത്തായ കാര്യങ്ങൾ നമുക്ക് സൗജന്യമായാണ് ലഭിച്ചത്. നമ്മുടെ മനസ്സ്, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ബുദ്ധി, കുടുംബം, കൂട്ടുകാരും, കുട്ടികളോടും കുടുംബക്കാരോടും നാട്ടുകാരോടും രാജ്യത്തോടുമുള്ള എന്തെന്നില്ലാത്ത സ്നേഹം, ഈ മൂല്യവത്തായ സ്വത്തുക്കളെല്ലാം സൗജന്യമായാണ് നമുക്ക് ലഭിച്ചത്. ഒന്ന് കണ്ണടച്ച് ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. നാം പണം കൊടുത്തു വാങ്ങിയതെല്ലാം വളരെ വില കുറഞ്ഞതും എപ്പോൾ വേണമെങ്കിലും മാറ്റി സ്ഥാപിക്കാവുന്നതുമാണ്. ഉദാഹരണത്തിന് നമ്മുടെ വീട് കത്തി നശിച്ചാൽ പോലും അത് നമുക്ക് പൂർണ്ണമായി നിർമ്മിക്കാം. എന്നാൽ നമുക്ക് വെറുതെ കിട്ടിയ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും നന്നായി ചെയ്യാൻ സാധിക്കും. എന്നാൽ പൊതുവെ നമ്മൾ വലിയ ജോലികൾക്ക് പകരം ചെറിയ ജോലിയാണ് ഏൽപ്പിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ആയിത്തീരേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ ഊട്ടിയുറപ്പിക്കുക, അത് മനസ്സിൽ സ്ഥാപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രധാന തീരുമാനമാണിത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മികവ് പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വിത്ത് നിങ്ങളുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുക, അതിനെ പരിപാലിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി സ്ഥിരമായി പ്രവർത്തിക്കുക. അത് യാഥാർത്ഥ്യമാവും. അത് എങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. അത് അങ്ങനെ ആവാതിരിക്കാൻ ഒരു വഴിയുമില്ല. സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിൽ പറഞ്ഞതുപോലുള്ള ഒരു നിയമമാണിത്. നിങ്ങൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ നിങ്ങൾ താഴേക്ക് തന്നെ വീഴും, ഒരിക്കലും മുകളിലേക്ക് പോകില്ല. കൂടാതെ പ്രകൃതി എല്ലാ നിയമങ്ങളും ഇതിന് സമമാണ്. അവ എപ്പോഴും ഒരുപോലെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഗോളിനെ കുറിച്ച് കണ്ണടച്ച് ശാന്തമായ അവസ്ഥയിൽ പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിയതായി നിങ്ങളുടെ മനസ്സിന്റെ കണ്ണിൽ കൊണ്ടുവന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുന്നതായി മനസ്സിൽ കൊണ്ടുവരിക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ചിന്തകളുടെ ആകത്തുകയാണ്. നിങ്ങൾ ഇന്നും നാളെയും അടുത്ത മാസവും അടുത്ത വർഷവും എന്താണോ ചിന്തിക്കുന്നത് പതിയെ പതിയെ അതായി നിങ്ങൾ മാറും. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നയിക്കുന്നത്. ഒരിക്കൽ കിഴക്കൻ അരിസോണയിലൂടെ വാഹനം
വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഭീമാകാരമായ യന്ത്രം റോഡരികിൽ എന്തോ ടൺ കണക്കിന് ഭാരം വഹിച്ച് അതിന്റെ ജോലി ചെയ്യുകയാണ്. അതിൽ 30 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറിയ മനുഷ്യൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നാണ് ആ വലിയ യന്ത്രത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ മനുഷ്യ മനസ്സും ആ യന്ത്രവും തമ്മിൽ കുറെ താരതമ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തി. ഒന്ന് ഓർത്തു നോക്കൂ, ഇത്രയും ഭാരമേറിയ വലിയ യന്ത്രത്തിന്റെ നിയന്ത്രണം നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നിങ്ങൾ അതിനെ കുഴിയിലേക്ക് ഓടിക്കാൻ പോവുകയാണോ, അതോ നിങ്ങളുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് സ്റ്റെയറിംഗ് ശക്തമായി പിടിച്ച് ഈ ശക്തിയെ നിർദ്ദിഷ്ടമായ മൂല്യവത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണോ? ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതെ, നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത്. നോക്കൂ, നമുക്ക് വിജയം തരുന്ന പാഠം തന്നെ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. വിജയം, സമ്പത്ത്, സന്തോഷം തുടങ്ങിയ നാം സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരാൻ കഴിവുള്ള അതേ നിയമം തന്നെയാണ് നമ്മെ കുഴിയിലേക്കും വീഴ്ത്തുന്നത്. നാം അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നല്ലതിന് വേണ്ടിയോ അതല്ല ചീത്തയ്ക്ക് വേണ്ടിയോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് ഈ വിചിത്രമായ രഹസ്യം, അതായത് ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്. രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഉദയം മുതൽ വിദഗ്ധർ നമ്മോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക. നിങ്ങൾ ജീവിതത്തിൽ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി മാറുന്നതിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയതിന് വില കൊടുക്കുക. നിങ്ങൾ ഒരു ലക്ഷ്യം തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ആ നിമിഷം മുതൽ നിങ്ങൾ ഒരു വിജയിയായ വ്യക്തിയായി മാറുന്നു. ആദ്യം പറഞ്ഞ 100 പേരിൽ ഒരാളായിട്ട് നിങ്ങൾ മാറുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ അമിതമായി ചിന്തിക്കേണ്ടതില്ല. അത് നിങ്ങളെക്കാളും വലിയ ശക്തിക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: എവിടേക്കാണ് പോകുന്നത് എന്നറിയുക. ശരിയായ സമയത്ത് ശരിയായ ഉത്തരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കും. ഇന്ന് തന്നെ ഇതിന് തുടക്കമില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടാനായി ഒന്നുമില്ല, എന്നാൽ വിജയിക്കാൻ നിങ്ങളുടെ ജീവിതമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം നിർവഹിക്കുന്നതുവരെ അടുത്ത 30 ദിവസത്തേക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യുക. ഒന്നാമതായി, മറ്റെന്തിനേക്കാളും പ്രാധാന്യമായി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ഒരു കാർഡിൽ എഴുതുക. അതായത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് ഒരു ചെറിയ കാർഡിൽ എഴുതുക. അത് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായുള്ള പണമായേക്കാം, അല്ലെങ്കിൽ ഇരട്ടി വരുമാനമായേക്കാം, അല്ലെങ്കിൽ മനോഹരമായ ഒരു വീടായിരിക്കാം, നല്ല ജോലിയാവാം, കെട്ടുറപ്പുള്ള ഒരു കുടുംബമാവാം. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്കിത് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി നിങ്ങളുടെ കാർഡിൽ വ്യക്തമായി എഴുതുക. അത് ഒരൊറ്റ ലക്ഷ്യമായിരിക്കും. ഈ ഗോൾ വളരെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ കാർഡ് നിങ്ങൾ ആരെയും കാണിക്കേണ്ടത്. ഈ കാർഡ് എപ്പോഴും നിങ്ങളുടെ ഒപ്പം കൊണ്ടുപോകുക. ദിവസത്തിൽ പലതവണ നിങ്ങൾക്ക് ഈ കാർഡിലേക്ക് നോക്കാം. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോഴും സന്തോഷത്തോടെയും പോസിറ്റീവ് ആയും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അതിലേക്ക് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എഴുതുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ആ നിമിഷം മുതൽ ആ ലക്ഷ്യം നിങ്ങളിലേക്ക് പതിയെ എത്തിക്കഴിഞ്ഞതായി ഇരിക്കണം. 2, നിങ്ങൾ ഭയം തോന്നുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിർത്തുക. ഓരോ സമയത്തും നിങ്ങൾക്ക് നിഷേധാത്മകമായ അല്ലെങ്കിൽ ഭയാനകമായ ചിന്തകൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ആയ ചിത്രം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. പോസിറ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ നിഷേധാത്മകമായി ചിന്തിക്കുക, അതായത് നെഗറ്റീവായി ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് 5% ആളുകൾ മാത്രമാണ് വിജയിക്കുന്നത്. ആ 5% നിങ്ങൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമം തുടങ്ങുക. ഡൊറോത്തിയ ബ്രാൻഡെ പറഞ്ഞതുപോലെ, പരാജയപ്പെടുക എന്നത് അസാധ്യമായ മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളുടെ ലക്ഷ്യം എന്താണെങ്കിലും എല്ലാ ദിവസവും അത് നോക്കുവായി ഈ പുതിയ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടുന്ന ഫലങ്ങൾ തന്നെ ലഭിക്കും. നമ്പർ 3, നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന്റെ ഗുണനിലവാരവും അളവും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിജയം എപ്പോഴും അളക്കുന്നത്. പണം ഉണ്ടാക്കണമെന്ന് മിക്ക ആളുകളും നിങ്ങളോട് പറയും, എന്നാൽ അവർ ഈ നിയമം മനസ്സിലാക്കിയിട്ടില്ല. കറൻസി അച്ചടിക്കുന്നവർ മാത്രമാണ് പണം ഉണ്ടാക്കുന്നത്, ബാക്കിയുള്ളവർ പണം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. വിജയം പണം ഉണ്ടാക്കുന്നതിന്റെ ഫലം അല്ല, പണം സമ്പാദിക്കുന്നത് വിജയത്തിന്റെ ഫലമാണ്. വിജയം നാം നൽകുന്ന സേവനത്തിന്റെ നേർ അനുപാതത്തിലാണ്. ഭൂരിഭാഗം ആളുകളും ഈ നിയമത്തെ ഇങ്ങനെയല്ല മനസ്സിലാക്കിയിരിക്കും. അതായത്, അടുപ്പിന് മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് ചൂട് തരുമോ എന്നിട്ട് ഞാൻ വിറക് കത്തിക്കാം എന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തിൽ ഈ മനോഭാവം കാണിക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം. അടുപ്പിൽ നിന്ന് ചൂട് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് അതിൽ നാം വിറക് കത്തിക്കണം. അതുപോലെ പണം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നാം സേവനത്തിലായിരിക്കണം. പണത്തെക്കുറിച്ച് ഒരിക്കലും ആശങ്കപ്പെടരുത്. ഒരിക്കലും ജീവിതത്തിൽ അതിനെ ഭയത്തോടു കൂടി നോക്കിക്കാണരുത്. നിങ്ങൾ ചെയ്യേണ്ടത് സേവനത്തിലായിരിക്കും. കെട്ടിപ്പടുക്കുക, ജോലി ചെയ്യുക, സൃഷ്ടിക്കുക, സ്വപ്നം കാണുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളിലേക്ക് വരുന്ന ഐശ്വര്യത്തിനും സമൃദ്ധിക്കും പരിധി ഇല്ല എന്ന് നിങ്ങൾ കണ്ടെത്തും. പരീക്ഷയിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നതുവരെ നിങ്ങളുടെ ഈ പരീക്ഷണം ആരംഭിക്കരുത്. ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് പരാജയപ്പെടുകയാണെങ്കിൽ ആ ദിവസം മുതൽ വീണ്ടും 30 ദിവസത്തേക്ക്
ഈ യാത്ര തുടരുക. ക്രമേണ നിങ്ങളിൽ പുതിയ ശീലങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ രൂപപ്പെടും. ഒന്നും അസാധ്യമല്ലാത്ത ആ ഒരു ചെറിയ സമൂഹത്തിൽ ഒരാളായി നിങ്ങളെ കണ്ടെത്തുന്നവരെ ഇത് തുടരുക. എല്ലാത്തിനും ഉപരിയായിട്ട് ആശങ്കപ്പെടരുത്. ഉത്കണ്ഠ ഭയം കൊണ്ടുവരും. ഭയം എല്ലാത്തിനെയും വികലമാക്കും. നിങ്ങളുടെ ടെസ്റ്റ് കാലയളവിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എല്ലാം സ്വയം ചെയ്യുക എന്നതാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എല്ലാ സമയത്തും നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക എന്നത് മാത്രമാണ്. ബാക്കിയെല്ലാം തനി വന്നുകൊള്ളും. 30 ദിവസത്തെ ഒരു ടെസ്റ്റ് നിങ്ങൾ നടത്തുക, അത് ആവർത്തിക്കുക, തുടർന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. ഓരോ തവണയും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ ആവുന്നതുവരെ ഈ പുതിയ രീതിയിൽ നിങ്ങൾ ജീവിക്കും. സമൃദ്ധിയുടെ പ്രവാഹങ്ങൾ തുറക്കുകയും നിങ്ങൾ സ്വപ്നം കണ്ടതിൽ കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് വരികയും ചെയ്യും. പണം, അതെ, ഒരുപാട് പണം. എന്നാൽ അതിലും കൂടുതൽ പ്രധാനമായത് മറ്റൊരു കാര്യമാണ്. നിങ്ങളെ സമാധാനം നിറയും. ശാന്തിയും സമാധാനവും സന്തോഷപ്രദമായ വിജയകരമായ ജീവിതം നയിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷത്തിൽ എൻ്റെ ഈ പ്രിയ സുഹൃത്തും ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം ആശംസിച്ചുകൊണ്ട് ഇസ്മായിൽ TP.